ഫസ്റ്റ് ഓഫ് ഓൾ 1000 കൂടി നന്ദി. അച്ഛൻ്റെ ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മളൊപ്പം വെംസിവായോടൊപ്പം കുറച്ച് നേരം അച്ഛൻ്റെ ലൈഫ് എക്സ്പീരിയൻസസും കുറേ സാക്ഷ്യം കുറേ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ അച്ഛൻ ഞങ്ങൾക്ക് ഈ സമയം തന്നെ നന്ദി. എബ്രോണിൻ്റെ ഈ ഒരു ഭാഗത്തിൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും അത് ഇൻഡിവിജ്വലി MCYM ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയുടെ ഓരോരോ ചിലപ്പോൾ ചോദ്യങ്ങളാവാം, ഡൗട്ട്സ് ആവാം, ആഗ്രഹങ്ങളാവാം. സോ അതെല്ലാം ഉൾച്ചേർന്ന് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഓരോന്നായി അച്ഛനോട് ചോദിക്കാൻ പോവുക. സോ അതിൽ ഞങ്ങളെ സഹകരിക്കണം. ഞങ്ങളുടെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ 7-8 വർഷക്കാലം നമ്മുടെ ഈ ഒരു മിഷൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നുകൊണ്ട് അനുഭവിച്ച കാര്യങ്ങൾ എന്നെക്കൊണ്ട് എൻ്റെ അറിയാവുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർഡൊന്നുമല്ല എങ്കിൽ തന്നെ ഞാൻ ഷെയർ ചെയ്യാം. താങ്ക് യു അച്ഛൻ. ആദ്യത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അച്ഛൻ്റെ ഈ വൈദികനാവേണ്ട കാരണം മീൻസ് ഡിസിഷൻ എല്ലാവർക്കും എടുക്കാം. അത് ഞങ്ങൾക്കറിയാനുള്ള അത് അച്ഛൻ്റെ ഉൾവിളിയായിരുന്നോ, സ്വയമായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നോ, അതോ പേരൻസിൻ്റെ ആഗ്രഹമായിരുന്നോ എൻ്റെ മക്കളിൽ നിന്ന് ഒരാൾ അച്ഛനായാലോ എന്ന്? അത് ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നല്ല ചോദ്യമാണ്. ഞാനൊരു വൈദികനാകുന്നത് ഒരു പക്ഷേ ഒത്തിരിയേറെ ക്രൈസിസിലൂടെയൊക്കെ ഒരു വൈദികൻ കടന്നുപോയി വൈദികനായ ഒരാളാണ്. അപ്പോൾ റോബിൻ ചോദിച്ചതുപോലെ തന്നെ ഒരു വൈദികൻ ആകുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. നമുക്കറിയാവുന്ന ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെയൊക്കെ വീടിനടുത്ത് സീറോ മലബാർ പള്ളിയൊക്കെ ഹൈ റേഞ്ചിലാണ് താമസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് സീറോ മലബാർ അച്ഛന്മാർ ബൈക്കിലൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവരെ പോലെയൊക്കെ ആകണം, ഒരു അച്ഛനായി തീരണം, അതെല്ലാവർക്കും ഉള്ള ആഗ്രഹം. നിങ്ങളാണേലും ഒരു വൈദികനെ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ എങ്ങനെ തോന്നും ഒരു വൈദികനാകണം എന്നൊക്കെ ഒരു ചിന്ത വരും. പക്ഷെ അത് ആകണമെന്ന് നമ്മുടെ വിഷനൊന്നും അതായിരിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് റോബിൻ രണ്ടാമത് ചോദിച്ചതുപോലെ പേരൻസിൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് ഒരു പക്ഷേ അതിനുവേണ്ടിയാണെന്ന് ഞാൻ പറയും. എൻ്റെ പേരൻസൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ഈ സമയത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഏലക്കാട്ട് ജോലിയും കഴിഞ്ഞ് എൻ്റെ അമ്മ ഈ വിറക് ചുമന്നുകൊണ്ട് കണ്ണൊന്ന് കത്തിക്കാനുള്ള വിറക് ചുമന്നുകൊണ്ട് കയറി വരുന്ന സമയത്ത് എൻ്റെ ചേട്ടനൊരു കാപ്പി ഇട്ട് കൊടുത്തു. ഞങ്ങൾ രണ്ടാമട്ടാണ്. ചേട്ടനൊരു കാപ്പി ഇട്ട് അമ്മയ്ക്ക് കൊടുത്തപ്പോഴാണ് ഞങ്ങളുടെ വികാരിച്ചന്മാരെ നടന്ന് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തത്. അപ്പോൾ എൻ്റെ അമ്മ ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു മകനെങ്കിലും ഒരു വൈദികനായ കൊള്ളായിരുന്നു. പക്ഷെ അതെൻ്റെ ഉള്ളിൽ എവിടെയോ തട്ടിയെന്നുള്ളത് അത് ഞാനത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അതൊരു ചോദ്യമായിട്ടും അത് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹത്തിൻ്റെ സബലീകരണം അത് എന്നിലൂടെ ആകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് പറയാം ഞാൻ വലിയ അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി എന്നുള്ളതല്ലാതെ പിന്നീട് 10ാം ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെയാണ്. പഠിക്കാൻ വലിയ കഴിവുണ്ടാകുന്നതല്ല. എങ്കിൽ തന്നെയും ഞങ്ങളുടെ ഈ പരീക്ഷയുടെ അവസാന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പല സ്ഥലത്ത് സെമിനാരികളിൽ നിന്ന് ഡോക്ടർമാരും വൈദിക വിദ്യാർത്ഥികളൊക്കെ വരും. പിള്ളേരെ പിടിക്കാമെന്നാണ് അവർ പറയുന്നത്, അതായത് അവരുടെ കോൺഗ്രിഗേഷനിലേക്ക് ചേർക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴും ഞങ്ങൾ കുറേ പേരെ സിസ്റ്റേഴ്സ് തന്നെ സെലക്ട് ചെയ്ത് ഇവരോടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു വരികയും അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ അഡ്രസ്സ് കൊടുത്തു. പക്ഷെ അവസാനം ഞാൻ ബന്ധപ്പെട്ടത് ബദനിയാശ്രമത്തിലാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു വിളി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാം അതിൻ്റെ പേരൻസിൻ്റെ ഒരു ആഗ്രഹം, അവരാഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ഏറ്റവും വലുതാണ്. നമ്മുടെ ഇന്നത്തെ യുവത്വത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ എപ്പോൾ ചോദിച്ചാലും കുറച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ നമുക്കതറിയാം. നമ്മുടെ ഞാൻ എൻ്റെ ജീവിക്കണം, എനിക്ക് എൻ്റെതായ ആഗ്രഹവും എൻ്റെതായ രീതിയിൽ പേരൻസ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ്. അവിടെയാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. എൻ്റെയൊക്കെ അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല നീ ഒരു വൈദികനാകണം എന്നോട് പറഞ്ഞു. സെമിനാരിൽ പോയ സമയത്ത് അതെല്ലാം പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും, അതൊരു പ്രശ്നമാണ്. പക്ഷെ അവരുടെ ഉള്ളിനുള്ളിലൊരു ആഗ്രഹമാണ്. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ വിജയം ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയിട്ട്. എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ വരുന്നു. ആശ്രമത്തിൽ നിന്ന് മാറി
വീണ്ടും ഗുരുകാവരൂപതയിൽ വരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ വന്ന ചില ക്രൈസിസുകളും കൂടെ വന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. എങ്കിലും ദൈവം എന്നെ വഴി നടത്തി എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വലിയൊരു അനുഭവമായി. പിന്നീട് മിഷനിലേക്ക് വരുന്നു. ഒറീസ മിഷനിൽ യുവജനങ്ങളുടെ ഉത്തരവാദിത്വം വരുന്നു. വളരെ ഇതായിട്ട് തന്നെ ഞാനതിൻ്റെ യൂത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ നൈറ്റ് വിജിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് വൈദികനായത്. എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. എൻ്റെ ക്രൈസിസുകൾ എന്തൊക്കെയായിരുന്നു പള്ളിയിലൊക്കെ പ്രസംഗത്തിൽ പറയാറില്ല. അപ്പോൾ അത് എപ്പോഴും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ദൈവവിളിയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും സാധിക്കത്തില്ല. നമ്മുടെ